നമസ്കാരം. അധ്യാത്മരാമായണം 13-ാം ദിവസം. ആരണ്യകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. അന്ധരം കണ്ടു ദശന്ധരൻ മദനബാണാന്തനായവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടചാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാസീതയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്താ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിതേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും. ശുത്രുടാധിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്യാൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാം രാക്ഷസരാധിയ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തോർ ആയുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനീപതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമത്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണുതാനും അതിനു പാർത്തിയിടുന്നു. സത്യമറിഞ്ഞാലും നിൻ തിരുവടിയെ ഞാൻ അറിഞ്ഞിലേത്തും. പുനരന്തിനായെഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാദിവാസേ. പൗലസ്ത്യനയനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കലന്നയാരറിയാതെയുള്ളു നിർമ്മലേ കാമപൂപരിതാത്മനായി ചമഞ്ഞു ഞാൻ. നിന്മൂലമതിന്നു നീ പോരേണം മായസാകം. ലങ്കയാം രാജ്യം ബാനൂർ നാട്ടിലും മനോഹരം. കിങ്കരനായേൻ തവ ലോകസുന്ദരീ നാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ബലം. താപസം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നു നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ. ഏവം നീ ചൊല്ലും നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം.
ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടീനാൻ മഹാഗിരി സന്നിപം ദശാനനം വിംശതി മഹൂജൻ. അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു ആകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രഹേ മമ സ്വാമിതൻ പത്നിയെയും കണ്ടുകൊണ്ടേവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരമിത്തിങ്കൽ ചെന്നു ശൂനഖൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദത ബുദ്ധിയോടും ക്രുദ്രരാജനും ഒരു പാത്രവാനായുള്ളോരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈര്യത്തോടും ക്രുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൽ അബ്ദിയും പത്രാനിശ ശുദ്ധമായി വന്നു ദിതന്ത്രികളിങ്ങുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കെട്ട തീഷ്ണതുണ്ടാഗ്രം കൊടുത്തു കൊണ്ടു തീർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു. രാക്ഷസപ്രവരനും ചഞ്ചലമായുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തിയും ഒടുങ്ങിതേ. ആർത്തി പൂണ്ടെഴുന്നൊരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രിപുത്രി എന്നത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകരുടെ പക്ഷങ്ങൾ ഛേദിച്ചാതപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമായിട്ടവൻ രക്ഷോ നായകൻ. പിന്നെ ലക്ഷ്മി ദേവിയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലെറിത്തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർ ഇറ്റിറ്റു വീണിടുന്നു കണ്ണീരോടും. അപ്പോൾ കറ്റവാർ കുഴയാലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകയായി. പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമാകന്നാശു മേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെയുപേക്ഷിച്ചതെന്തു ഭർത്താവേ. നാഥ രക്ഷോ നായകനെന്നതി കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിതേ. രാമ രാമ രാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിപനെ തന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസ മഹാസത്വവാരിധേ നാഥ, ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങനെന്നെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം
അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർദ്ധഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്നകതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതിപ്പോൾ അബ്ദിയുമുത്തരീയ തൻ പത്തനം ഗദ്വാ തൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശോകകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാദരൂമൂലേ ഹൃദ്യമാരായ നിജരക്ഷോദാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു തന്റെ വത്യമുൾക്കൊണ്ടു വസിച്ചിടിനാന്തശാനനൻ ഉത്തമോത്തമയായ ജാനകീദേവി പാതി വൃത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാനിഷ്ഠയാ ബഹുയാമിനി ചരകുരനാരികളുടെ മധ്യേ നീഹാരശീതാതഭാവാത പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാംഗം ഉൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തതു രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീച്ച സുരമേതു കൊന്നു വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ നാഗവൻ തിരുവടി 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവിഷു ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലമിവനെയും വഞ്ചിക്കുന്ന ദേവരു രക്ഷോനായകൻ കൊണ്ടുപോയതു മായാ സീത ലക്ഷ്മി ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ ദുഃഖിച്ചു കൊള്ളു ഞാനും പ്രാകൃതനെ പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടും രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തയായർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദിക്കിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നാകതാരിൽ നിർണയിച്ചവരോടകരുൾ ചെയ്തിടിനാൽ പർണശാലയിൽ സീതയ്ക്കാരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോരുത്താത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തു ദേവിയുടെ ദുർഗ്രവഹജനങ്ങൾ ബാഷ്പവും തൂകി ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാ ഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു
ഇത്തരം നാഥം മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലപുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവിയെ പിന്നെയും ഉര ചെയ്താൾ. എന്നോട് പലതിരമെന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുന്നിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷോർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാ. ദുർവചനങ്ങൾ കേട്ടാൻ യോഷന്മാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കിളയുകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടാ ജാന്തർഭാംഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാവൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലീനാഥേ, ഹാ ഹാ ജാനകി ദേവി, ഹാ ഹാ മൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടു മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടു കണ്ടു. പശ്മളാക്ഷിയായി മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലയോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഗണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. ായി മനുഷ്യഭാവേനെ ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂടാത്മകളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ. കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോജനേത്രൻ. പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസിന്നി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു ദഗക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃതം വധിച്ചു മാംസഖണ്ഡം. പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൽ. നല്ലൊരു ഗതിയാവനുണ്ടാവാൻ പിത്രർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനും കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കെന്ന് സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരൂഹ്യ വസ്തുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജയദായുവും ശങ്കാരികഥാ പത്മമകുടപീതാംബര. തെങ്കിതരൂപം പൂണ്ട വിഷ്ണുമാർഷദന്മരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസാ സകല ദിഗ്വാപ്യമായി കാണായി വന്നു.
സന്നദ്ധാ ഗാത്രത്തോടെയും ഉരക്കിക്കൂപ്പിത്തൊഴും തുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യ ഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമപരമാനന്ദം പരമാത്മാനം ഭരതമഹം പ്രാണദോസ്മി സന്തതം രാമം. महितकटाक्ष विक्षपितामरशूचं रहितावधि सुखमिन्दिरा मनोहरं श्यामलं जडामकुडोज्ज्वलं चापशर कोमलकराम्बुजं प्रणतोऽस्म्यहं रामं. भुवनकमनीयरूपमीढितं शतरविभासरौपं भीष्णप्रदं शरणदं സുരപാദമലൂരചിതനീലനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യമം രാമം. ഭവകാനനദവദഹനാമധേയം ഭവപങ്കജഭവദുമുഖദൈവതം ദേവം തനുജപതി കോടി സഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യമം രാമം. ഭവഭാവനാം ഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിപോതകം നിത്യം. ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകതരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയതനുജേന്ദ്രസേവിതപാദം സുരഭമണിനിഭം പ്രണതോസ്മ്യഹം രാമം. പരമധാർമാർത്ഥാ പരിവർജിതമീക്ഷണാം പരപരുഷഗുണ ഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്ത്രോംബോരുഹം സ്മൃതിഗോചരമസിതാംബുദകളേപരം സിതപങ്കജചാരുനയനം രഘുദരം ക്ഷിതിനന്ദീവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗകസ്ഥിരവ്യം മണ്ഡല പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണനാത്മാമദ്വയമവ്യമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപവേദേന ഗുണപ്രിയജയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനി ജനസ്തുതമാവ്യക്തമജം. രാമ രാമ ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരപപ്യനാധാരം നിർമ്മലമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പതീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി. അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചു കേട്ടും കണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സ്യാരൂപം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠനും അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമേതും. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലല്ലോ ചിത്രം ചിത്രം. ഭക്ഷസി വക്രം കാലം തലയുമില്ല താനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരോപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാ നാം കൽപ്പിതം ദാതാവിനെന്നത് അനന്തുവരം. രാഘവനേവം പറഞ്ഞിടിനോരന്തരമാകുലമെന്നൊരു ലക്ഷ്മണര ചെയ്താൽ
പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോവീരനും അതിവിസ്മയം പൂട്ടു രാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായതിൻ കീഴിൽ അത്ഭുതകാരന്മാരാം നിങ്ങളാരിവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാൻ ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തെന്നു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബദ്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചുടനരുത്തരമൾ ചെയ്തു. കേട്ടാലും ദശാരഥ നാമൻ അയോധ്യവതി ജ്യേഷ്ഠനന്ദനഹം രാമനെന്നല്ലോ നാമം. സോദരി നിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരമതിമായ വിനിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടേൻ കരങ്ങളും. ആരെടോ വികൃത രൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനത്തിങ്കൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി വന്ന് മുന്നിലമ്മാറായി കാണുവാൻ ഒരു നിമിത്തമായി ദിവ്യനായി പൊരു ഗന്ധർവനഹം. രൂപയൗവനതർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യം ഹരിജൻ. സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൽ ദുഷ്ടനായുള്ളോരു നീരാക്ഷസനായി പോക്കെന്നാൽ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൽ സാക്ഷാൽ ശ്രീനാരായണൻ തന്നിരുവടി. മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുകളറുക്കാം. വന്നിടുമപ്പോല്ലോ ശാപമോക്ഷവും നിനക്കിടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായൊരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേതിനുഷ ശതകോടിയാൽ തറയറുത്തു ശതമകൻ വജ്രമേറ്റീടും മമ വന്നീല മരണബ്ദബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ. ബദ്ധിനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമമാകെ മമ കുക്ഷിയാക്കിയിടിനാൽ. വക്രപാദങ്ങൾ മമ കുക്ഷിയായില ശേഷം ഹസ്തയുഗ്മം ഓരോ യോജനായുധകളായി വർത്തിച്ചിടുന്നത്രേ വൃത്തിക്കു ശക്രാജ്ഞയാ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര മുത്തോത്തമാരകുനായതാനികെ. വഹ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗവേ ചൊല്ലിയിടുവിൻ. മേദിനീ കുഴച്ചതിലിന്ധനങ്ങളിട്ടു വിധിഹോത്രനെ ജ്വലിപ്പിച്ചതു സൗമിത്രയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നുക്തിക്കായണായി ദിവ്യവിഗ്രഹത്തോടും മന്ദരസ്ഥാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണം ചെയ്തു ഭക്ത്യാൽ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതിന്നു നിന്നെ. മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിന്തിരുപടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതെന്നാരിലും. നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാൽ ആനന്ദമുദിക്കണം. ബന്ധവുമേറ്റ മോക്ഷപ്രാപ്തിയും അരുൾ ചെയ്യണം. അവ്യക്തമതിസൂക്ഷ്മമായ ഒരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേബ മനസ്സകലം ദൃശ്യം ചടം ദുർഗ്രാഹ്യമനാത്മകമാകയാജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മനാം ബ്രഹ്മാനന്ദം.
ബുദ്ധ്യാത്മാവസങ്ങൾക്കുള്ളക്കായ ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നു നൂനം നിർവികാര ഭ്രമണി നിഖിലാത്മനി നിത്യേ നിർവിശാഖ്യേ ലോകജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമത് വിരാട് പുരുഷനതിസ്ഥൂലം ഭാവനാ വിഷയമായുന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്രയം ഭൂതമായതും ഭവ്യമായതും ഭവ്യശക്തും ഹേതുനാ മഹത്വാദവൃത്താ സ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാവുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം പാതാളം പാദമൂലം പാർഷികൾ മഹാതലം നാഥേ നാഥതേ ഗുൽപം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഒരു കാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനമഹീതലം നാഭിതേനഭസ്ഥലം രഘുനഗോദരസ്ഥലമായത് സൂരലോകം കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ഡമായതു ജനലോകമെന്നത് നൂനം ശങ്കദേശം തേ തപോലോകമങ്ങിന്മീതെ പങ്കജയോനിവാസിയായ സത്യം ലോകം ഉത്തമാകം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്രകമേകജാലങ്ങൾ കേശങ്ങളും ചക്രാതിലോകപാലന്മാരും ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വക്തിനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണ മഹാങ്കാരമായ രുദ്രൻ വാക്കമെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരണി മഹാമായ വാസനാ സൃഷ്ടിസാവാം ഭാഗമോഷണമായല്ലോ ധർമ്മം നിൻ പുരോഭാഗധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീതരങ്ങൾ പോലെ സ്ഥിതികളാകുന്നതും വൃക്ഷാക്ഷതൗഷധങ്ങൾ തേഹരോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസറിയണം പുഷ്ടമാം മഹീപതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുടെ വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുമുണ്ടാം മുക്തി നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാളും മുഖ്യമായി പോതി കാണാകിയരുപ്പ് എപ്പോഴും തോന്നിയിടേണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനെ വിജിന്വന്തം ജാനകീം സലമക്ഷണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ വാനവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവരവ്യൻ പരമേശ്വരിയോടും കൂടി നിന്തിരുപിടിയെയും ധ്യാനിച്ചു കൊണ്ട കാശ്യാം സന്തതമിന്നരുളിയിടുന്നു മുക്ത്യാർത്ഥമായി തത്രൈവ മുക്ഷുകളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂടന്മാരാം ഭവത്വത്തങ്ങളറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹങ്കാരരെ രാമഭദ്രായ പരമാത്മനെ നമോ നമ രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിതേ നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടാൻ അംബുജവിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോ ഉത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യ ഗന്ധർവശ്രേഷ്ഠാ ഭവാൻ മൽപൽദം പ്രാപിച്ചാലും
സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഭംഗ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരനുഗ്രഹിപ്പാൻ ഞാൻ സ്തോത്രം ഭക്ത്യാചരിച്ചിടു ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതിനിമിനി വരാം. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലമ്മാറു കാണാമതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം. പവിത്രയായെപ്പോഴും ഭവാനെയും ധ്യാനിച്ച് വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവനവരി സുതൻ ലഭിക്കും നിനക്കെന്നാൽ. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായ രാമലക്ഷ്മണന്മാരും. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ഭാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പഞ്ചാദ്രാവണ കുംഭകർണനിധനം ഏതേതദ്ധ്യാത്മരാമായണം. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാംബുദേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.